കൊടകര കുഴൽപ്പണ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ വി.കെ. രാജുവിനെതിരെ പ്രതിഷേധവുമായി മുൻ കെ.പി.സി.സി. സെക്രട്ടറി എം.ആർ. രാമദാസ്. കൊലപാതക കേസിൽ തന്നെ പ്രതിയാക്കി കള്ളക്കേസെടുത്ത രാജുവിനെതിരെ വകുപ്പുതല നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. 2016 രജിസ്റ്റർ ചെയ്ത കേസിൽ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ തള്ളി കഴിഞ്ഞ മാസമാണ് ഹൈക്കോടതി രാമദാസിനെ കുറ്റവിമുക്തനാക്കി വിധി പ്രസ്താവിച്ചത്. ഒറ്റപ്പാലം സ്വദേശി സതീഷ് സുബ്രഹ്മണ്യന്റെ കൊലപാതക കേസിൽ നിരപരാധിയായിരുന്നിട്ടും തന്നെ പ്രതിയാക്കിയതിനെ ചൊല്ലിയാണ് എം.ആർ. രാമദാസിന്റെ പ്രതിഷേധം. തൃശൂർ വെസ്റ്റ് പോലീസ് CI ആയിരുന്ന വി.കെ. രാജു തന്നെ കേസിൽ പ്രതിയാക്കിയെന്നും തുടർന്ന് മാസങ്ങളോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നെന്നും രാമദാസ് പറയുന്നു. തനിക്കെതിരെ യാതൊരു തെളിവുകളുമില്ലാതിരുന്ന കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി തന്നെ പ്രതിയാക്കിയതിനു പിന്നിൽ രാജുവിന്റെ വ്യക്തി താൽപര്യവും രാഷ്ട്രീയ വിരോധവുമാണെന്നും രാമദാസ് ആരോപിക്കുന്നു. രാജു CPM സഹയാത്രികനാണ്. CPM ആയുള്ള ഇയാളുടെ അവിശുദ്ധ കൂട്ടുകെട്ടന്നെയാണ് അതിൻ്റെ കാരണം. പിന്നെ ഈ വി.കെ. രാജുവിനെ സംബന്ധിച്ച് ഇയാൾ പനയ്ക്കും ചെത്തും തെങ്ങിനും ചെത്തും, യാതൊരു സംശയവും വേണ്ട. ഇയാൾക്ക് പേരെടുക്കാൻ വേണ്ടി എന്ത് വൃത്തികെട്ട സമീപനവും ഇയാളെടുക്കും. ഇപ്പം ഈ കേസിൽ എന്നെ പ്രതിയാക്കിയാലേ ഈ കേസിന് പബ്ലിസിറ്റി കിട്ടുള്ളൂ എന്നും ഇയാൾക്ക് കിട്ടുള്ളൂ. ഇയാൾ ഇതിലൊരു കേസിലെ പ്രതിയോട് പറഞ്ഞതാണ്, രാമദാസിനെ അറസ്റ്റ് ചെയ്ത് എൻ്റെ തൊപ്പിയിലെ സ്വർണ്ണ തൂവലാണെന്ന് പറഞ്ഞ 2016 മാർച്ച് 3 തൃശൂർ അയ്യന്തോളിയിലെ ഫ്ളാറ്റിൽ വെച്ച് നടന്ന കൊലപാതകത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന കൊടകര സ്വദേശി റഷീദ്, സുഹൃത്തുക്കളായ ഗുരുവായൂർ സ്വദേശിനി ശാശ്വതി, കൃഷ്ണപ്രസാദ്, രതീഷ് തുടങ്ങിയവരാണ് ശിക്ഷിക്കപ്പെട്ടത്. ഗൂഢാലോചന കുറ്റം ചുമത്തി ജയിലിലടക്കപ്പെട്ട എം.ആർ. രാമദാസ് ഉൾപ്പെടെ 3 പേരെ കോടതി പിന്നീട് വെറുതെ വിട്ടു. വിചാരണ വേളയിൽ രാമദാസ് പ്രതിയല്ലെന്ന് കണ്ടെത്തി സെഷൻസ് കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും സംസ്ഥാന സർക്കാർ കേസിൽ അപ്പീൽ പോയിരുന്നു. ഇത് തള്ളിയാണ് ഹൈക്കോടതി കഴിഞ്ഞ മാസം ഇയാളെ കുറ്റവിമുക്തനാക്കി വീണ്ടും വിധി പ്രസ്താവിച്ചത്. എൻ്റെ ആവശ്യം രാജുവിനെ കരിമ്പട്ടികയിൽപ്പെടുത്തണം. അതുപോലെ രാജുവിന് സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. രാജു സമ്പാദിച്ചിട്ടുള്ള ഒട്ടനവധി സ്വത്തുക്കൾ, ഈ പെരുങ്ങോട്ടുകരത്ത് വീട് വിജിലൻസ് എൻക്വയറി നടന്നിട്ടുള്ള, പിന്നെ ഇപ്പോൾ പൂകുന്നത്ത് 1 കോടി രൂപയോളം വില വരുന്ന ഫ്ലാറ്റ് വാങ്ങിക്കും. അങ്ങനെ ബിനാമി ഇടപാടുകൾ, ഇതൊക്കെ അന്വേഷണം നടത്തണം. നിരപരാധിയായ എന്നെ ക്രൂശിച്ച മതി, ഇനി ഒരാളും ഇവിടെ ക്രൂശിക്കപ്പെടരുത്. കൊടകര കുഴൽപ്പണ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനും നിലവിൽ കൊടുങ്ങല്ലൂർ DYSPയുമായ രാജുവിന് തന്നോടുള്ള വ്യക്തി വൈരാഗ്യമാണ് കേസിന് പിന്നിലെന്നാണ് രാമദാസിന്റെ ആരോപണം. തന്നെ ബോധപൂർവം കേസിൽ ഉൾപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്നും വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം. സംഭവത്തിൽ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനുമടക്കം പരാതി നൽകി നിയമപരമായി മുന്നോട്ടു പോകുമെന്നും രാമദാസ് പറയുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.